യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. ക്ഷീണിക്കരുത്. പണ്ട് നമ്മുടെ കുഞ്ഞാപ്പിച്ചായനും താന്നിമൂട്ടിലെ നമ്മുടെ പാപ്പച്ചായൻ്റെ ഭാര്യയുടെ വീടാണ് കുഴിമണ്ണിൽ. അപ്പം പണ്ട് എന്നോട് പാപ്പച്ചായൻ പറഞ്ഞതാ, രണ്ടുപേരുടെ വെട്ടിയാറ് ഒരു ശുശ്രൂഷയ്ക്ക് പോയി. കുഞ്ഞാപ്പിച്ചായൻ, കറുകച്ചാല സെൻട്രൽ പാസ്റ്റർ TA ചെറിയാച്ചായൻ, കുഞ്ഞാപ്പിച്ചായൻ, പാപ്പച്ചായൻ. അന്ന് പാപ്പച്ചായൻ നല്ല ചില്ലി, ഇന്നും പാപ്പച്ചായൻ ചില്ലിയില്ല, ഇപ്പോൾ ചെറിയ സ്ട്രോക്ക് വന്നതിൻ്റെ ക്ഷീണമുണ്ടെന്നേ ഉള്ളൂ. എന്നാലും സ്തോത്രം. അപ്പം രണ്ടുപേരുടെ വെട്ടിയാറ് IPC ശുശ്രൂഷയ്ക്ക് കുഞ്ഞാപ്പിച്ചായൻ്റെ സഹായിയായിട്ട് പോയി. അന്നൊക്കെ ഏറ്റ് പറയുമല്ലോ, എന്നൊക്കെ മൈക്കില്ല, അപ്പോൾ ഏറ്റ് പറയണം. അപ്പോൾ ഒരാശ്വാസവും ശബ്ദവും രണ്ടുപേർക്കും നല്ല ശബ്ദമാണ്. അപ്പോൾ കുഞ്ഞാപ്പിച്ചായൻ പ്രസംഗിക്കുന്നതിനിടെ ചാടും, നല്ല പവർ വരുമ്പോൾ അവിടെ ഇങ്ങോട്ടാണ്. അപ്പോൾ പാപ്പച്ചൻ അങ്ങോട്ട് ചാടിക്കണം. ഇങ്ങനെ കുഞ്ഞാപ്പിച്ചാൻ നല്ല നെല്ലിക്കാച്ചാക്കൻ്റെ കുത്തഴിച്ചതുപോലെ. കാരണം സാറപ്പച്ചൻ്റെ കൂടെ 20 കൊല്ലം നടന്ന ആളാണ്. മൺമറഞ്ഞു പോയ കർത്താവിൽ പ്രസിദ്ധനായ K. എബ്രഹാം അവർകൾ സാറപ്പച്ചൻ. അപ്പം സാറപ്പച്ചൻ്റെ കൂടെ 20 കൊല്ലം കുഞ്ഞാപ്പിച്ചാൻ നടന്നതാണ്. അതായി പഴയ ആൾക്കാരുടെ ഗുണം. ഇത് ബൈബിൾ സ്കൂളിൽ നടക്കുന്നതിന് മുന്നേ സെൻട്രൽ പാസ്റ്റർ ആകുക, എക്കും ബുക്കും അറിയാനും മേല. അപ്പോൾ അത് ആ പണ്ടെടുത്തിന് അപ്പോൾ എടുത്ത് ചോദിച്ചു, ഇനി എന്നാ ചെയ്യണമെന്ന്. മുറുക്കാനാന്നോ തിന്നാനാന്നോ പണ്ടെടുത്ത മുക്കി. അവനും അങ്ങ് മുങ്ങി, സ്നാനപ്പെടുത്തിയതാ. രണ്ടുപേരോട് അങ്ങ് മുങ്ങി. ഞാനും കരയ്ക്ക് നിൽപ്പുണ്ട്. മുങ്ങി പൊങ്ങി നോക്കി നിൽക്കുക, വെള്ളവും കുടിച്ച്. ഇനി എന്നാ പറയണമെന്നും കണ്ട. അതെ നമ്മുടെ വിഷയം. അപ്പം ഈ രണ്ടുപേരുടെ ശുശ്രൂഷിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല പവറാണ്. അപ്പം മണിക്കൂറുകൾ പ്രസംഗിക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാപ്പിച്ചായൻ പാപ്പച്ചനോട് ചോദിക്കും, പാപ്പച്ച ക്ഷീണിക്കുന്നുണ്ടോ? ക്ഷീണിച്ചോ? പാപ്പച്ച പറഞ്ഞു, അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ക്ഷീണിച്ചോ? അല്ല ഇതിപ്പോൾ കണ്ടിട്ട് ജോർജാ ക്ഷീണിച്ചോ? ഇല്ല. നമ്മൾ കർത്താവിൻ്റെ വരവനായി നോക്കി കാത്തിരിക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നെന്ന്. അങ്ങനെ താല്പര്യമില്ല യേശു വരുന്നത്. പിന്നെ ഒരു സന്തോഷമില്ല. യേശു വരും സ്വർഗത്തിൽ. സ്തോത്രം. ഇനി 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെ പ്രത്യക്ഷപ്പെടുമെന്നുള്ള പ്രയോഗമാണ്. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പരിചിതമായ വാക്യമാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും പ്രത്യക്ഷപ്പെടുമെന്നുള്ള പ്രയോഗമാണ്. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം മനപാഠമാണല്ലോ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവിടെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. സ്തോത്രം. രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവന്റെ ആകുന്നുണ്ടോ? പ്രിയ സോദരാ, നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കയും നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സോദരാ, നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കയും
ഗ്രഹിക്കുന്നുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരങ്ങു നേരുന്നു വന്നുദിക്കും ഓർക്കുന്തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരും ഓ വന്നുദിക്കും ഓർക്കുന്തോറും രമ്യം. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. അതാ നമ്മുടെ പ്രതീക്ഷ, അതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയും പ്രതീക്ഷയും ഉള്ളത് കൊണ്ട് ഈ കഷ്ടങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളെല്ലാം വന്നിട്ട് നല്ല താണ്ടുകടത്തോടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഭാഷ പറഞ്ഞ ഭാഗ്യകരമായ പ്രത്യാശ. സ്തോത്രം. മഹാപ്രതിഫലമുള്ള പ്രത്യാശ. സ്തോത്രം. ജീവനുള്ള പ്രത്യാശ. ഇത് വേറെ ആർക്കും ഇല്ല. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അടിസ്ഥാന ഉപദേശങ്ങൾ അനുസരിച്ച് ദിനേന മാനസാന്തരപ്പെട്ട് ഒരുക്കത്തോടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ പ്രത്യാശയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ ഈ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം ആ 4-ാം അധ്യായത്തിൽ പറയാ, ഒടുവിൽ നിങ്ങൾ എങ്ങനെ നടക്കണം. ഞങ്ങളോട് കേട്ടതുപോലെ തന്നെ നിങ്ങൾ നടക്കേണ്ടത്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ തെസലോനിക്കർ എങ്ങനെയാ നടന്നത്? എങ്ങനെയാ ഇവർ നടന്നത്? ഇവരുടെ ആത്മീക നടപ്പ് എങ്ങനെയായിരുന്നു ആരംഭ സമയത്ത്? ഇപ്പം യുക്തിക്ക് മറുപടി പറഞ്ഞ എങ്ങനെ നടന്നു ചോദിച്ചാൽ കാലുകൊണ്ട് നടന്നു. ഞാൻ ആ നടപ്പല്ല ഉദ്ദേശിച്ചത്. ആത്മീക ജീവിതത്തിൽ ഇവരെങ്ങനെ നടന്നു? ഒടുവിൽ നിങ്ങൾ എങ്ങനെ നടക്കണം? ഈ തെസലോനിക്കരെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പൗലോസിന്റെ 2ാമത്തെ മിഷനറി യാത്രയിൽ ഈ സഭ ഉടലെടുത്തു. തെസലോനിക്കയിലുള്ള വിശ്വാസികളിൽ സിംഹഭാഗവും ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്ന് വന്നവർ വിരളമാണ്. യഹൂദനൊഴികെ ബാക്കി മുഴുവൻ ജാതിയാന്നല്ലോ. പിന്നെ പുതിയ നിയമത്തിന്റെ ഉപദേശത്തിൽ പിന്നെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, ദൈവസഭ. അത് സകല ജാതിയിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നുമെല്ലാം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അത് ദൈവസഭ. അല്ലാത്തതും യഹൂദനൊഴികെ ബാക്കി മുഴുവൻ ജാതിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരിൽ സിംഹഭാഗം ആൾക്കാരും ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ, അങ്ങനെ രക്ഷിക്കപ്പെട്ട് വന്നവരാ. പക്ഷെ ഇവര് നല്ല നല്ല എന്തുവാ പറയുന്നത്, നല്ല തീഷ്ണതയുള്ള കൃപയുള്ള പ്രത്യാശയുള്ള ദൈവകുഞ്ഞുങ്ങളായിരുന്നു വന്ന ആ സമയത്ത്. നല്ല, ഞാൻ എപ്പോഴും പറയുന്ന പദം ആ കോവൂര് ഇങ്ങോളച്ചമ്മ പറയാൻ പോലെ തടിപ്പുറത്തെ വെടി പോലായിരുന്നു ഇവർ വന്ന സമയത്ത്. എടുത്തിട്ടാൽ നിങ്ങളെ ശ്രദ്ധിച്ച് ഈ പൂച്ചയെ പിടിച്ച് കറക്കി എങ്ങനെ മേളിട്ടെറിഞ്ഞാലും വന്ന് നിൽക്കുമ്പോൾ അതാ നിങ്ങൾ ശ്രദ്ധിച്ച്, പൂച്ചയെ പിടിച്ച് കറക്കി എങ്ങനെ അങ്ങോട്ടിട്ടാലും വന്ന് നിൽക്കുമ്പോൾ ആ 4 കാലിൽ. വിശ്വാസികളും അങ്ങനെയൊക്കെ തന്നെ. നീ ആര് കറക്കി എറിഞ്ഞാലും നീ ആരാധനയ്ക്ക് വന്ന് നല്ല വെടി പോലെ നിന്നു. രോഗം കാണും, ഷുഗർ കൂടി കാണും, പ്രഷർ കാണും, അതെല്ലാം എല്ലാം ഉള്ളതായി. കാരണം ഈ ശരീരം ഉള്ളിടത്തോളം കാലം ഇതെല്ലാം ഉണ്ട്. എനിക്ക് പ്രഷർ മാറണമെങ്കിൽ ശ്വാസം പോകണം. പ്രഷറൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ജീവനോട് ഇരിക്കുന്നേ. പിന്നെ ചിലപ്പം കൂടുകയോ കുറയോ അതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമാ, കൂടിയാലും അതിൻ്റെ പരുവത്തിന് പോകണം. ഇതെല്ലാം ആവശ്യമല്ലേ. പണ്ട് ഞങ്ങളുടെ വെളിയനാട്ട കൊച്ചായൻ്റെ അവിടെ ഞാനും ഉണ്ട്, റയ്യനും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മെഴുക്ക് പുരട്ടി ഉണ്ടായപ്പം അല്പം കരിഞ്ഞു, അടിയിൽ പിടിച്ചതാണ്. കരിഞ്ഞോടനെ എനിക്കും തന്നു, അദ്ദേഹത്തിനും കൊടുത്ത്, കൊച്ചായനും കൊടുത്ത്. കൊച്ചാൻ എടി രായമ ഇത് കരിഞ്ഞല്ലോ. പിന്നെ പുള്ളിക്കാരിയുടെ ഇടയില ഇച്ചിരി കരിയൊക്കെ ആവശ്യമാണ്. കാർബണേ മനുഷ്യ ശരീരത്തിന് ഇച്ചിരി കരിയൊക്കെ ഒന്ന്. പുള്ളിയുടെ ഡയലോഗാ, രായമോ നീ ഒരു 10 ചിരട്ട കത്തിച്ച് തല്ലി പൊടിച്ചിട്ട് തേങ്ങാപ്പീരിയും കൂടെ തിരുമ്മി അതിലോട്ടിട്ട് എനിക്ക് കരി ആവശ്യമാണല്ലോ. ഇങ്ങനെ കരിച്ചു തരണ്ട, എനിക്ക് കരി ആവശ്യമായതുകൊണ്ട് ഒരു 10 തേങ്ങയുടെ ചിരട്ട തല്ലി പൊട്ടിച്ചു കത്തിച്ച് തേങ്ങാപ്പീരിയും കൂടെ തിരുമ്മി
ഇട്ട് ചിക്കി ഇങ്ങോട്ട് എനിക്ക് കരി ആവശ്യമല്ലേ 60 കഴിഞ്ഞപ്പം. പുള്ളി അങ്ങനെയൊക്കെ പറയും. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ശരീരത്തിൽ ഇതൊക്കെ കാണും. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടഭാരമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത തിങ്ങി വിങ്ങുന്ന വിഷയമായിട്ടാണ് നീ വന്നിരിക്കുന്നത്. പക്ഷെ ആരാധനയ്ക്ക് വന്നാൽ നല്ല പയറ് പോലെ നിന്നോണം. ഒരു ഗ്ലോറി അങ്ങോട്ട് പറയുമ്പോൾ അന്തരീക്ഷം മാറണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇന്നത്തെ പോലെ എനിക്ക് ആ ദൈവദാസിയോട് വലിയ ബഹുമാനം. ഞാൻ ആ സമയം കിട്ടുമ്പോഴെല്ലാം കുഞ്ഞോളച്ചമ്മണ്ടൊക്കെ പോവായിരുന്നു. വാവച്ചാനും ഉള്ള സമയത്ത് പോയി ഒത്തിരി കാര്യം കേട്ട് പഠിക്കും. മേരി കോവൂര്, അതാ കുഞ്ഞോളച്ചമ്മ, കാവുംഭാഗത്ത് കോവൂര്, എന്നെയും വലിയ കാര്യമായിരുന്നു. അപ്പം ഞാൻ പോയിരുന്നു. കൊച്ചമ്മ അന്ന് ഈ സ്ട്രോക്ക് വന്ന് പിന്നെ യാത്ര ചെയ്യാൻ പറ്റാതെ കൊച്ചമ്മ വീട്ടിൽ തന്നെ. അപ്പം ഞാൻ ഇടയ്ക്ക് പോയിരുന്ന് ഒത്തിരി കാര്യങ്ങൾ കേൾക്കും. ഒരു സാക്ഷ്യം പറയാം. ഞങ്ങളിങ്ങനെ സംസാരിച്ചും എന്നോട് പറഞ്ഞ് ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മാവി കുന്നംകുളത്തുണ്ട്. അപ്പോൾ അവിടെ പോയി. അപ്പോൾ ഒരു പരസ്യോഗത്തിന് എല്ലാവരും പോകണം. പുള്ളിക്കാരിക്ക് അന്ന് BA പഠിച്ചേച്ച് അങ്ങോട്ട് വന്നതേ ഉള്ളൂ. പരസ്യോഗത്തിന് പോകണം. അന്ന് ഏറ്റവും ചെറുപ്പം ഞാനാണ്. കുഞ്ഞോളച്ചമ്മയാന്ന് യൗവനക്കാരിയാണ്. BA കഴിഞ്ഞേച്ച്. അപ്പം മാവീടിനൊക്കെ ചെന്നതാണ്. അവർ പറഞ്ഞ പരസ്യോഗത്തിന് പോവുക, എല്ലാവരുടെ പരസ്യോഗത്തിന് ഒരുങ്ങി. അപ്പോൾ ഈ തമ്പേർ അടിക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞു. അന്നൊക്കെ തമ്പാറാണെന്നല്ലോ. അത് കഴുത്തെ കെട്ടി തൂക്കിയിട്ട് തമ്പേർ അടിച്ചുകൊണ്ട് സമയമായപ്പം ആ തമ്പേർ അടിക്കേണ്ട ആൾ വന്നില്ല. അപ്പം മാവി ചോദിച്ചു, കുഞ്ഞോളെ തമ്പേർ അടിക്കാൻ ആൾ വന്നില്ലല്ലോ. വേറെ 1-2 സഹോദരിമാരോട് ചോദിച്ചു, എങ്ങനെ? അവർ പറഞ്ഞു, അറിയത്തില്ല, ആർക്കും അറിയത്തുമില്ല, തന്നെ എല്ലാം റോഡിൽ കൂടെ പോകണം, തമ്പേർ അടിച്ചു. അപ്പോൾ ഈ മാവി ഭാരതോട് ചോദിച്ചു, കുഞ്ഞോളെ തമ്പേർ അടിക്കാൻ ആളില്ല. അപ്പോൾ കോവൂരെ കുഞ്ഞോളച്ചൻ പറഞ്ഞു, അയ്യോ ഞാൻ അടിക്കാം. അപ്പോൾ കുഞ്ഞോളച്ചമ്മ ഈ തമ്പാറ് കഴുത്തെ കെട്ടി തൂക്കി. അന്നത്തെ BA കാരിയാന്ന് ഓർക്കണം. 65 കൊല്ലം മുമ്പിലത്തെ കാര്യമാണ്. സാധാരണ ഒരു വീട്ടിലെ അല്ല, കോവൂരെയാ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. കോവൂര്. പിന്നെ കുഞ്ഞാളച്ചമ്മയ്ക്ക് ഒരു പ്രത്യേകത, വിവാഹം കഴിച്ച് കോവൂര് വന്നപ്പോൾ പിന്നെ കോവൂരെന്നാണ് ഇടുന്നത്. അതാ നല്ല സ്ത്രീകളുടെ ലക്ഷണം. ചെറുകോലിൽ നിന്ന് വിവാഹം കഴിച്ച് കോവൂര് വന്നപ്പം മരണം വരെയും ഇപ്പോഴും അങ്ങനല്ലേ, മേരി കോവൂര്, അല്ലാതെ മേരി ചെറുകോൽ അങ്ങനല്ല. ചെറുകോലിലാണ് കൊച്ചമ്മയുടെ വീട്. മനസ്സിലായി കാണുമായിരിക്കും. അവർ അന്തസ്സുള്ള സ്ത്രീയാണ് മേരി കോവൂര്. അത്ര ബഹുമാനിക്കപ്പെട്ടൊരു സ്ത്രീ, അത്ര ആഠ്യത്വമുള്ളൊരു സ്ത്രീ. സുവിശേഷ വേല ആത്മീക ലോകത്ത് വിശേഷിച്ച് കേരളക്കരയിൽ മലയാളി പെന്തിക്കോസുകാരുടെ ഇടയിൽ അതുപോലെ തീപ്പൊരി പ്രസംഗം നടത്തിയ ഒരു സ്ത്രീ ഇല്ല.